അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ട്രിപ്പ് നേരെ ബാംഗ്ലൂരേക്ക് പോവാണ് ഫ്രൂട്ട്സ് ഇറക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ കണ്ടെയ്നർ ഇവിടെ MIV കണ്ടെയ്നർ കയറ്റി. അപ്പോൾ ഇന്നിപ്പോൾ വ്യാഴാഴ്ച, നാളെ വെള്ളി, ശനിയാഴ്ച രാത്രിയെ തിരിച്ചെത്തുള്ളൂ. എന്തായാലും നാളെ ഇറക്കിയാലും ശനിയാഴ്ച രാത്രി തിരിച്ചെത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ടീം രണ്ടും വണ്ടിയിലുണ്ട്. വണ്ടി എടുത്തതുള്ളൂ. മുട്ടക്കറിയാണ്. ബെഡൊക്കെ നമ്മൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കുക, നേരെ അടിച്ച് പോകണം. നാളെ ഒരു 12 മണി ആണ് പ്രതീക്ഷിക്കുന്നത് രാവിലെ. ചിലപ്പോൾ 2 മണിക്ക് എത്തുള്ളൂ അവിടെ. എന്തായാലും കണ്ടെയ്നർ കിട്ടിയപ്പോൾ ഈ സമയമായി. ഒരു സമയം 8:15. ഒരു ടയർ പഞ്ചറുണ്ടായിരുന്നു. ടയർ പഞ്ചർ പൊട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഈ സമയമായി. നമ്മൾ യാത്ര തുടങ്ങണേ. അതിന് മുമ്പായിട്ട് നമ്മുടെ ക്യാമറ ഓണാക്കിയിട്ടേക്കാം. ഓണാക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് റെക്കോർഡിങ്. ഇത് ഫുൾ ടൈം ഓണാക്കിയിട്ടാണ് വണ്ടി ഓടുന്ന സമയത്ത്. AC കുറച്ചിട്ടേ വണ്ടി സ്റ്റാർട്ട് ചെയ്യണ കിലോമീറ്റർ. അപ്പോൾ വണ്ടി എടുക്കാനോട് ഓക്കെ, വഴിയിൽ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ ആലുവ എത്തിയിട്ടാ. അപ്പോൾ സിഗ്നൽ വന്നിട്ട് നമ്മൾ കിടക്കണേണ് ഇവിടെ. സച്ചിക്കുട്ടൻ ഇതിവിടെ കിടപ്പുണ്ട്. ചേട്ടൻ അങ്ങനെ വണ്ടി ഓടിക്കണേണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കണേണ് കേട്ടോ. ഇവിടെ ഫ്രൂട്ട് ബേ ഉണ്ട്. സാധാരണ നല്ല തിരക്കായിരിക്കും അല്ലേ? ഇപ്പം നമ്മൾ പൂരിയൊക്കെ കഴിച്ചുകൊണ്ട് വിശപ്പൊക്കെ ഇട്ടിരിക്കണേണ് കേട്ടോ. ഇനി എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കിട്ടുമെങ്കിൽ മേടിക്കണം. വെള്ളം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. വെള്ളം എടുക്കണം. പിന്നെ അങ്ങനെ പോയാൽ മതി. ഇപ്പം രാവിലെ അല്ലേ ഞാൻ എത്തുള്ളൂ. ഉച്ചയാകുമ്പോഴല്ലേ എത്തുള്ളൂ. അധികം തിരക്കില്ലാതെ നല്ല ശാന്തസുന്ദരമായി പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമ്മതേ പറഞ്ഞു തീർന്നില്ല. ഫോണും താഴെ വെച്ചോളൂ. അപ്പൊ തന്നെ അതേ ബ്ലോക്കായിട്ടാ. കോമഡി ഫ്ലൈ ഓവർ. കോമഡി അതെന്താ? കോമഡി ഫ്ലൈ ഓവർ. ഫ്ലൈഓവറിന്റെ അടിയിലുണ്ട് സിഗ്നൽ, മുകളിലോട്ട് സിഗ്നൽ, അല്ല താഴ്ത്തും ഇറക്കത്തിലോട്ട് സിഗ്നൽ. ആ സിഗ്നൽ പാസ്സാകാൻ വേണ്ടിട്ട് ഫ്ലൈ ഓവറിന് മുകളിൽ ആൾക്കാർ ബ്ലോക്ക് ആയി കിടക്കും. കോമഡി ഫ്ലൈ ഓവർ. ബ്ലോക്കുള്ള സ്ഥലത്ത് ബ്ലോക്ക് ഇല്ലാത്ത ഒരാൾ. മെട്രോ. പക്ഷെ എന്തൊരവസ്ഥയല്ലേ ഈ ആലുവ ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിട്ടേക്കണം. പറഞ്ഞിട്ട് ആലുവ പറയുന്നു ഉണ്ടാക്കിയപ്പോ തൊട്ടുള്ള ബ്ലോക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്ലോക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടത്തെ 2 ലൈൻ, ലെഫ്റ്റിലെ 2 ലൈൻ, ഇവിടത്തെ 2 ലൈൻ. ഈ 2 ലൈൻ എല്ലാം കൂടി ചെല്ലണതിൽ ആ ചെറിയൊരു പാലത്തിന്റെ അകത്തേക്ക്. അവിടെ ചെല്ലുമ്പോ മറ്റേ സിബ് പോലെ ഒറ്റ ലൈനാവും. മനസ്സിലായോ? ഇതിന് മാത്രം ബ്ലോക്കാണ് കടകടയിൽ. അതും മിക്കതും വലിയ വണ്ടിയല്ലേ. അങ്ങനെ നമ്മ അതെ ആ പാലം അങ്ങനെ ഇറങ്ങി കേട്ടാ. ഇനി ഇവിടെ ഇറങ്ങാനുള്ള ബ്ലോക്കാണ്. അവിടെ ഒരു ചേട്ടൻ വെച്ചതേ, ആ ചേട്ടൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും. പുള്ളിക്കാരൻ മറ്റേ പോലീസിലെ ഒന്നുമല്ല, നിയമത്തിന്റെ ഒന്നുമല്ല. പുള്ളിയുടെ ഒരു മനസ്സ് വെച്ചിട്ട് അയാൾ ഇവിടെ ഒന്ന് ബ്ലോക്ക് മാറ്റണം ഈ പാലത്തിന്റെ അപ്പുറത്ത് സൈഡിൽ. പക്ഷെ പുള്ളിനെ കാണിച്ച് വീഡിയോ എടുത്തില്ല. വീഡിയോ എടുക്കേണ്ടതായിരുന്നു. പുള്ളിനെ കൈ കാണിച്ചിട്ട് പോന്ന്, പക്ഷെ വീഡിയോ എടുത്തില്ല. എനിക്കറിയില്ലല്ലോ, താൻ പറയണ്ടേ. ഞാൻ അവിടെ എത്തി, അത് നിന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ആൾക്കാർ ഓർത്തു. പുള്ളി അവിടെ സ്ഥിരം ഉണ്ടാവും, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഈ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി മാത്രം അതിന്റെ മുമ്പിൽ വന്ന് നിൽക്കണം. കാക്കി ഫാൻ്റെ ഒക്കെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ച പോലീസുകാരനായിരിക്കും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മ അങ്കമാലില ബ്ലോക്കിൽ കൂടി ഇങ്ങനെ നിരഞ്ഞു പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. ക്ഷമ കിടണ ക്ഷമ. എൻ്റെ അമ്മേ, ഒരു ഒട്ടകം. മുട്ടിക്കാൻ വേണ്ടി കണ്ട കുരുത്തക്കടന്മാരെ അതൊക്കെ കാണാൻ പറ്റും. മര്യാദക്ക് ഒരു സൈഡ് ഉണ്ട്. അതെ കണ്ട
പക്ഷേ അതൊക്കെ സൈഡുണ്ടേ, ഇപ്പുറത്ത് കൂടി പോയാൽ പോരെ. ഇത് നമ്മുടെ റൂട്ടല്ലേ, നമ്മുടെ സൈഡല്ലേ ഇത്, വലിയ വണ്ടി ഓടിക്കുന്ന സൈഡല്ലേ. എന്നിട്ട് പെട്ടെന്ന് എടുത്തിട്ട് വരും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മ അങ്ങനെ കുതിരാനെത്തിയിട്ടാണ്. ഇപ്പം ഏകദേശം 11 മണിയൊക്കെ ആകാനായി. അല്ല, 11 മണി ആയില്ല ഏട്ടൻ, 11 മണിയായി. അപ്പം നമ്മതേ കുതിരാനെത്തി. അങ്ങനെ കുതിരാനിലൂടെ പോയിക്കൊണ്ടിരിക്കണേ കേട്ടാ. ഇപ്പം ഈ കുതിരാനിൽ കയറണതിനൊരു കണക്കില്ല കേട്ടോ. ഇപ്പം എത്ര പ്രാവശ്യമല്ലേ, ഒരു പ്രാവശ്യമെങ്കിലും കയറാൻ ആഗ്രഹിച്ചിട്ട് ഇപ്പം ഇതിൽ കയറണതിന് കണക്കില്ല. അപ്പം നമ്മ കുതിരാനിലൂടെ പോയിക്കൊണ്ടിരിക്കണേന്ന്. അതെന്താ കംപ്ലൈന്റ് ആകാൻ കാരണം? പണി നടക്കണേണ, അവിടെ എന്തെങ്കിലും പണി നടക്കണേയിരിക്കും. അതന്നെ, പണി നടക്കണേണ് അവിടെ. സൈഡൊക്കെ നീറ്റാക്കണേ, സംഭവം സെറ്റപ്പ് ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇപ്പൊ ഇവിടെ എന്തിനായിരിക്കും, നടന്നു പോകാൻ പറ്റുമോ ഇവിടെ കൂടി? അല്ലേ, അപ്പൊ ഫ്രണ്ട്സ്, നമ്മ അട്ടപ്പള്ളം ടോളിലെത്തിയിട്ടാ. കേരളത്തിന്റെ ലാസ്റ്റ് ടോള്. ഇത് 4-മത്തെ അല്ലേ? 4-മത്തെ ടോളാണേ. അപ്പൊ അങ്ങനെ നമ്മ ഇനി കേരളം വിടുകയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഇന്ത്യ. തുറന്നു വിടൂ. ആരുമില്ലേ തുറക്കാത്ത? തുറന്നു. അങ്ങനെ നമ്മ കേരളം വിട്ടു മക്കളെ, കേരളം വിട്ടിട്ടില്ലേ. ഞാൻ ആദ്യം ഓർത്തേട്ടെ, ഈ റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അവിടെ കൂടി അവിടെ നിന്ന് വണ്ടി വന്നി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നി, നടുക്കാന്നിട്ട് ഇങ്ങനെ ഈ ചെടി വെച്ചേക്കണേണല്ല. അപ്പൊ ഞാനോർത്തേ റോഡിന്റെ ആ ഭംഗി കൂട്ടാനും പൂവൊക്കെ ഇട്ട് നിൽക്കണല്ലേ, ഇപ്പൊ നല്ല രസമല്ലേ, അതാന്ന് വിചാരിച്ചിട്ടാ. പിന്നല്ലേ താൻ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്, അവിടത്തെ വണ്ടിയുടെയും ലൈറ്റ് നമുക്കിടെ കണ്ണിലടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെടി വെക്കുന്നത്. പക്ഷെ കാണാനും നല്ല അടിപൊളിയാണ്, റോഡ് നല്ല രസമല്ലേ. നമ്മപ്പോ വാളയാറ് കയറി കഴിഞ്ഞിട്ടാ. ഇപ്പൊ എവിടെ എത്തിയിട്ട്? വാളയാറ് കയറി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ചാവടി. പിന്നെ അടുത്ത ചെക്ക് പോസ്റ്റ് അവിടെ കയറണം അല്ലേ? അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിവിടെ ചെക്ക് പോസ്റ്റിൽ നിർത്തിയേക്കണേ കേട്ടാ. ചേട്ടതേ പൈസ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്, പേപ്പർ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ചേട്ടാ പോയിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് പോന്നിട്ട് പിന്നെ ഡീസൽ അടിച്ചിട്ടുണ്ടായിരുന്നില്ല, 1/4 ടാങ്ക് ഡീസൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ചാവടിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പമ്പിൽ നിന്ന് 15,000 രൂപയ്ക്ക് ഡീസൽ അടിക്കുന്നത്. ഡീസൽ അടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇനി തിരിച്ചു വരുന്ന വഴിക്ക് കർണാടകയിൽ നിന്നാണ് ബാക്കി അടിക്കേണ്ടത്. എത്തുമെന്നുള്ള സംശയത്തിലാണ് വന്നത്. കറക്റ്റ് റെഡും പിന്നെ ലൈറ്റും തെളിഞ്ഞു. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് എത്തി വിടുന്നതാണ്. നേരത്തെ ഒരു പമ്പിൽ കൊണ്ട് നിർത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാർഡ് എടുക്കില്ല, നമ്മൾ ഫ്ലീറ്റ് കാർഡ് വെച്ചിട്ടാണ് അടിക്കണത്. അപ്പോൾ ആ കാർഡ് എടുക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പിന്നെ തിരിച്ചിങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ പമ്പ് കണ്ട്. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിൽ വേറെ പമ്പ് കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ തുറന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അടയ്ക്കാൻ പറ്റിയില്ല എന്ന് വെച്ച് ഫസ്റ്റ് പമ്പിൽ തന്നെ കയറി. ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ചായ കുടിച്ച് വെള്ളവും മേടിച്ച് പോകുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മ ചെങ്കപ്പള്ളി ടോൾ വേസിലെത്തിയേട്ടാ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ കുറേ ടോൾ കയറി ഇറങ്ങി. അതൊന്നും ഇത്ര വലുതായില്ലല്ലോ അല്ലേ ഏട്ടെ? അപ്പം അങ്ങനെ നമ്മ അതിലും കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോരം ടോളാണ്, 2.5. എന്തോരം ടോളാണ് ഈ അടുത്ത് കൂട്ടണം. ഒരു ഇതിന് 720 രൂപ.
നമ്മളല്ല കൊടുക്കണ്ടാത്തത് കൊണ്ട് കൊള്ളാം. അല്ലേ ഫാസ്റ്റ് ട്രാക്ക്. അപ്പോൾ ഫ്രണ്ട്സ് നേരെ ഇങ്ങനെ പരപരാ വെളുത്തോണ്ടിരിക്കണേണ്. നല്ല അടിപൊളി കാലാവസ്ഥയുണ്ട്. മലയും കളറും സ്കൈയുടെ കളർ തന്നെ ഒരു പ്രത്യേകതയാണ്. സൂര്യൻ ഉദിച്ചിട്ടില്ല, 6 മണിയാകാൻ പോണേ ഉള്ളു കേട്ടോ. നമ്മിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേണ്. കളർ തന്നെ എന്ത് രസമല്ലേ കാണാൻ വേണ്ടി. അടിപൊളി സ്കൈ, മലമുകൾ. അപ്പൊ അങ്ങനെ സൂര്യൻ ഉദിച്ചിട്ടാ. സൂര്യൻ ചേട്ടനെ നമ്മ കണ്ടുമുട്ടി. ഇപ്പൊ മാഞ്ഞു. അതെ കളർ എന്ന് പറഞ്ഞാൽ അടിപൊളി കളറാണ് കേട്ടോ. കാണാതെ ഒരിടത്ത് നിന്നാ നിൽക്കാൻ പാടില്ലേ സൂര്യൻ ചേട്ടാ. ഇഷ്ടമാരെ തെങ്ങുകളും മരങ്ങളും കൊണ്ട് മറഞ്ഞു. നമുക്കിപ്പൊ കാണുമോ നോക്കാം. ഇപ്പൊ കാണാൻ പറ്റൂട്ടോ. കണ്ട വട്ടത്തിൽ സൂര്യൻ അങ്ങനെ നല്ല അടിപൊളി കല്ല് കളർ കേട്ടോ. റെഡ് ഓറഞ്ച്. ഞാൻ തണ്ടവത്തിലാണല്ലോ ഈ പറയണത്. അപ്പൊ ഞാൻ ഈ വട്ടത്തിലും പറയണതിന്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് സൂര്യൻ ഉദിച്ചിട്ടാ. നല്ല വെട്ടം വെച്ച്. അതിന് തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടില്ല. അപ്പൊ നമുക്ക് സേലം പിടിക്കണം. എന്നാലാണ് മൊബൈലിക്ക് നോക്കി ഒന്ന് കിടന്ന് ഉറങ്ങണം. അപ്പൊ നമുക്ക് പോവാം. അധികം തിരക്കായിട്ടില്ല. തിരക്ക് കൂടണേ മുമ്പ് നമുക്ക് സേലം പിടിക്കണം. അങ്ങനെ നമ്മൾ തൊക്കൂര് കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നത്. കയറ്റം കയറുന്നതിൻ്റെ ആ ഒരു മാപ്പ് വേണം. ടീമൊക്കെ ഉണ്ട് റോട്ടിൽ എണീറ്റിരിക്കുന്നത്. അത് മറ്റേ ഇതിട്ടിട്ടുണ്ടോ, മറ്റേ പച്ചക്കറി വണ്ടി വേസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മ അങ്ങനെ ഇപ്പോൾ അത് ഇവിടെ നിർത്തിയിട്ടാ. അപ്പോൾ പല്ലൊക്കെ തേക്കണമെന്ന് ഫ്രഷ് ആകണം. അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങി പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ടാ. രാവിലത്തെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞു. ചായ കുടിക്കാൻ വന്ന കടയിലാണെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ചെറിയ കട വണ്ടി ഒതുക്കാൻ പറ്റിയ സ്ഥലത്തിൽ നമുക്ക് ഒതുക്കാൻ പറ്റും. വണ്ടി ഒതുക്കി കഴിഞ്ഞപ്പോൾ കട ചെറുതായി, കഴിക്കാനൊന്നും കിട്ടാതെ. നമ്മപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാ. കൊസൂര് എത്തിയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 50 കിലോമീറ്റർ. കൊസൂര് എത്താനപ്പോൾ 50 കിലോമീറ്റർ കേട്ടോ. നമ്മത് ഇങ്ങനെ നല്ല റോഡാണ്. തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. ഒരടിപൊളി മല. അടിപൊളി മല ഇതൊന്നും കാണണ്ട. കണ്ടോ നൈസ് മല കേട്ടോ. താമസിക്കണം നോക്കി എന്താ കണ്ടാലേ. രാത്രി 8:30 ഇരുന്നവ ഒരു 1/2 മുക്കാൽ മണിക്കൂർ ഉറങ്ങി.
എന്നിട്ട് പിന്നെ കണ്ടിട്ട് സോൾസിട്ടേക്കണേ. അപ്പോൾ കുറച്ചു നേരം കിടക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടാ ആള് അവിടെ എത്തിയിട്ട് സാവകാശം റെഡി ആയിട്ടൊക്കെ കിടക്കാന്ന് പറഞ്ഞിട്ട്. നമ്മുടെ സച്ചൂട്ടൻ അതേ മല ഈ സീനറിയിലൊക്കെ കാണുന്ന പോലെയാണ് ഓരോ കാഴ്ചകൾ. അപ്പൊ അങ്ങനെ നമ്മ അടുത്ത ടോൾ ഗേറ്റ്, ഇത് അവസാനത്തെ ടോൾ ഗേറ്റ് ആണ് അല്ലേ? എത്ര നാളെ കയറണത് നമുക്ക് തന്നെ ഇട്ടുണ്ടാവും ഇപ്പൊ ഒരുപാട് പൈസ. മല കൊണ്ട് ആറാട്ടുണ്ട്, ഇതൊരു മല. ക്യാമറയിൽ കൂടി അധികം ലൈറ്റായിട്ട് കാണണം, നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു പവറില്ല. അത് ഈ ക്യാമറയുടെ ആയിരിക്കും അല്ലേ ഏട്ടെ? റോഡാണ് അടിപൊളി റോഡാണ്. കടലാസ് പൂവിന്റെ ചെടിയാണ് ഫുൾ ഓൺ സൈഡ് മൊത്തം. അത് നല്ല പൂട്ടിട്ട് നല്ല രസമായിട്ട് നിൽപ്പുണ്ട്. ഇതിനൊക്കെ വെള്ളം ഒഴിക്കാൻ ടാങ്ക് ലോറിക്ക് കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി വിഷയല്ല, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മ മലയുടെ അടുത്തെത്തി പോയിക്കൊണ്ടിരിക്കുന്ന നല്ല റോഡ്. ഇവിടത്തേക്ക് എന്താ ഡീസന്റ് റോഡാട്ടെ. ഫോറസ്റ്റ് ഏരിയ ഗോ സ്ലോ എന്നാണ് പറഞ്ഞേക്കണം. അപ്പുറത്തും ഇപ്പുറത്തും കാടും മലയും ഒക്കെയാണ്. നമ്മൾ സ്ലോ ചെയ്ത് പോണേണ് കേട്ടോ. പിന്നെ ചെറിയ കയറ്റമാണല്ലേ ഏട്ടെ? ചെറുതല്ല, നല്ല കയറ്റമാണ്. വണ്ടി ഇങ്ങനെ പതുക്കെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മ ബാംഗ്ലൂരിന്റെ മണ്ണിലെത്തിയിട്ടാ. പിന്നെ ഹൊസൂരെത്തി. നല്ല ഹാപ്പി ആയിട്ട് നമ്മ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേണ്. ഫുഡടിയൊന്നും നമ്മ കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മ ജസ്റ്റ് ചായ കുടിച്ച്, പിന്നെ ഞാൻ ഇന്നലെ എടുത്ത മുട്ട ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് കഴിച്ചു. വേറെ ഒന്നും നമ്മ കഴിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേണ്. നമുക്ക് അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കണം. പിന്നെ ചേട്ടൻ ഉറങ്ങിയിട്ടില്ല, ചേട്ടൊക്കെ ഉറങ്ങണം. കമ്പനിയിൽ നിന്ന് അവിടെ ചെന്ന് സെറ്റായിട്ട് ഇതെല്ലാം ചെയ്യണം. പിന്നെ ഇയാളുടെ ഇപ്പം ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിങ്ങനെ നോക്കണ്ട. ഇച്ചിരി മുമ്പ് വരെ എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കണേണ്ട. എൻ്റെ വീഡിയോസിനെ കുറിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കണേ, എൻ്റെ വർത്തമാനത്തിനെ കുറിച്ചൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കണേ. നമ്മ കൊച്ചി ഭാഷയിൽ സംസാരിക്കണത്. അപ്പം നമ്മ എന്നൊക്കെ പറയണേന് ഇയാളിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കണേണ്ട. അപ്പം നല്ല ഹാപ്പി ആയിട്ട് അമ്മ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അമ്മ പുറത്തെ കാഴ്ചയും എല്ലാവർക്കും കണ്ട് ആസ്വദിച്ച് പോണേണ്ട. അപ്പം നല്ല രസമുണ്ട്. നല്ല തിരക്കുള്ള ഒരു സിറ്റി. പക്ഷെ ഇവിടെ ഒന്നും അധികം തിരക്കില്ല കേട്ടോ. നമ്മളിപ്പോൾ പോണ റൂട്ടിലല്ല ഹൈവേയിൽ അധികം അങ്ങനെ തിരക്കില്ല. ബ്ലോക്കൊന്നും വന്നിട്ടില്ല. നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന് ബൈചാൻസ് ഭയങ്കര ശ്രദ്ധ കേന്ദ്രീകരിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിന് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് കാണാം അല്ലേ? അപ്പൊ ഇനി നമുക്ക് വഴിയുള്ള വിശേഷങ്ങളുടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈചാൻസ് എല്ലാം ഇല്ലേ താമസിച്ചാലും ഇതിന്റെ നമ്മ ഫ്രണ്ട് ക്യാമറ ഇട്ട് അധികം ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ഷെയ്ക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് പരീക്ഷിച്ചതാണ്. അപ്പൊ ഫ്രണ്ട്സ്, പറഞ്ഞു തീർന്നില്ലതേ, തിരക്ക് തുടങ്ങി കേട്ടാ. ഇനി വലിയ വണ്ടിയുടെ ബഹളമാണ്, ഒരു രക്ഷയില്ല. ഇങ്ങനെ നിരങ്ങി നമുക്ക് പോകാം. തണ്ണിമത്തം കണ്ട, കുഞ്ഞി തണ്ണിമത്തം ലോറിക്കകത്താക്കി കൊണ്ടുപോകണേണ്. ഇവിടെയൊക്കെ സാധനത്തിന് നല്ല വില ആയിരിക്കും അല്ലേ ഏട്ടെ? പച്ചക്കറി സാധനത്തിനൊക്കെ ഇവിടെ വിലയായിരിക്കും. തമിഴ്നാട്ടിൽ പിന്നെ വില ഉണ്ടാകില്ലല്ലോ, അവിടെ കൃഷി ചെയ്യണോണ്ട്. അപ്പൊ നല്ല നോക്കാം. വന്ന് തിരക്കായിട്ട് നമ്മുടെ ക്ലാസ് ഇപ്പൊ നമ്മൾ ചരിച്ചു കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ക്ലാസ് പോയി തന്നെ. എന്തോ കുരുത്തം കൊണ്ട് ക്ലാസ് ചരിച്ച് കൈ മാറ്റിയത് കൊണ്ട് കുരുത്തായി. വന്നിങ്ങനെ സ്റ്റക്കായിട്ടാ നമുക്ക് ഫ്രണ്ടില് സ്റ്റക്കായി, അങ്ങോട്ടും പോണില്ല ഇങ്ങോട്ടും പോണില്ല. പെട്ട്
എന്തൊരു ബോധമില്ലാത്ത ആൾക്കാരാണല്ലേ. എല്ലാവർക്കും ഫസ്റ്റ് പോണം. തിക്കി തിരക്കി എങ്ങോട്ട് പോകാനാ? അപ്പൊ എല്ലാവരും പെടും. എല്ലാവരും അവിടെ വെയിറ്റ്. എന്നാലും ഭാഗ്യം കൊണ്ടാണ് നമ്മുടെ ക്ലാസ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് പോയി വെച്ചെങ്കിൽ പണിയായിരുന്നു. റോഡിന്റെ പണി നടക്കൊണ്ടട്ടാ. അതാണ് കൂടുതലും തിരക്കുന്നതും വരാൻ കാരണം. മണ്ണൊക്കെ കൂട്ടിയിട്ടൊക്കെ നട്ട ഇടിക്കപ്പാട്ട കൂട്ടി സ്ലാവൊക്കെ വാർത്തിട്ടിട്ടുണ്ട്. മുട്ടുവേട്ടെ ഈ മരത്തേല് ഇല്ലല്ലേ? നൈസായിട്ട് പോയിട്ടാ. അപ്പൊ മുമ്പിലത്തെ വണ്ടിയുടെ ക്യൂ കണ്ട. അതെങ്ങനെ ഞാൻ അതിനെ പുറകെ ഫോളോ ചെയ്ത് പതുക്കി പോയാൽ മതി. അതിന് മാത്രം തിരക്കായിട്ടാ. ഈ ഫ്രണ്ടിൽ കാലിയായിട്ട് നോക്കണ്ട. അതിന്റെ മുമ്പിൽ നല്ല തിരക്കാണ്. കാണിച്ചു തരാതെ കണ്ട. അങ്ങനെ നമ്മ ബാംഗ്ലൂരിലെ ടോളട്ട ട്രക്ക് ലൈൻ 4 ആണ്. നമ്മ ട്രക്ക് ലൈനിലേക്ക് ഫ്രണ്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും നമ്മ ഈ ടോളിന്റെ ഇത് എണ്ണണ്ടായിരുന്നു അല്ലേ? കറക്റ്റ് അറിയാൻ പറ്റിയത്. ഞാനത് വിചാരിച്ചില്ല. അടുത്ത തവണ വരുമ്പോൾ നമുക്ക് ടോൾ എണ്ണി പോരാ. ചെറിയ വീഡിയോ ആയിട്ട് എടുത്തിട്ട് എണ്ണി പോരാ. ഇപ്പം നമുക്ക് കുറേ ടോളിൽ നമ്മ വീഡിയോ എടുത്തില്ല. കയറി ഇങ്ങനെ പോരുക ചെയ്തത്. ഇത് കന്നഡ അല്ലേ ഏട്ടെ? കന്നഡയിൽ കുറേ വേർഡ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മ അങ്ങനെ ടോള് പാസ്സായി പോന്നു. അപ്പൊ ബോട്ടിങ്ങിന്റെ ഇതാണ് ട്ടാ. കർണാടകയിലും ബോട്ടിങ്ങിന്റെ ആണ്. നമ്മുടെ അവിടെയും ബോട്ടിന്റെ പരിപാടിയാണ്. എന്നിട്ട് അധികം തിരക്കൊന്നും ഇല്ല കേട്ടാ. നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ് ചെറിയൊരു തിരക്ക് വന്നത്. അത് നല്ല സിറ്റി ജംഗ്ഷൻ ആയതുകൊണ്ട് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. അപ്പൊ അധികം തിരക്കൊന്നുമില്ല. നൈസായിട്ട് പോണേ. നമ്മ പോണത് എയ്തൻ ഫ്രൂട്ട്സിലാണ് കേട്ടോ. ഒരു വട്ടം നമ്മ പോയിട്ടുണ്ട് ബാംഗ്ലൂര്. അന്ന് നമ്മ വീഡിയോ ഒന്നും എടുത്തില്ല തോന്നണല്ലേ ഏട്ടാ? വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പൊ നമുക്ക് പോകേണ്ടത് വൈറ്റ് ഫീൽഡിലാണ്. അധികം തിരക്കില്ലാതെ നമ്മ ഇങ്ങനെ മുന്നോട്ട് പോയി പഠിക്കുന്നതാണ്. വൈച്ചേട്ടൻ ഇവിടെ വണ്ടി ഓടിച്ചിരിപ്പുണ്ട്. സച്ചുക്കുട്ടൻ ഇവിടെ കഥയൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. ഓരോ ബാംഗ്ലൂരിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയണേട്ടാ. ഈ പോസ്റ്റൊക്കെ കാണുന്നത് വായിച്ചിട്ട് അതിനവൻ തന്നെ കണ്ടുപിടിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. അതാണ് അവൻ്റെ പരിപാടി. അപ്പം അങ്ങനെ ഇവിടെ ഒരു പിടുത്തമുണ്ട് കേട്ടോ. ചെക്ക് ചെയ്യാൻ വേണ്ടി പോലീസ്. അപ്പോൾ ഇവിടെ എന്തോ കൊടുക്കണം. അപ്പം അതുകൊണ്ട് ചേട്ടൻ ഇപ്പം വണ്ടിയോട് നിർത്തി ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പൈസ കൊടുത്തിട്ട് ഇതേ ചേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഇതേ ഓട്ടിൻ്റെ തിരക്കായിട്ടാണ്. നല്ല തിരക്കായി. എന്താണല്ലേ കൂടും ഇല്ലാതെ അങ്ങോട്ട് പോണേ. ഭയങ്കര ബ്ലോക്ക് ആയിട്ടത്. നമ്മുടെ മൂട്ടി വന്നിക്കണേനെ നല്ല തിക്കി തിരക്കിയിട്ട് ദേ ഉള്ളിൽ കുത്തിത്തിരിക്കുകയാണ്. ഓരോ ബസ്സും വണ്ടിയൊക്കെ കയറിപ്പോണം. രക്ഷയില്ല. അതേപോലെ എന്തൊരു ബ്ലോക്ക്. ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര ബ്ലോക്ക്. തിരികെ കൊണ്ടുപോയി. കൂടുതലും കാറാണ് കേട്ടോ. കുഞ്ഞു കാറുകൾ. അപ്പം ബാംഗ്ലൂർ മെട്രോ ആയിട്ടാ. ഹോപ്പ് ഫാം ചാന സെൻട്രൽ ബാംഗ്ലൂർ മെട്രോയുടെ താഴെ കൂടി പോയിക്കൊണ്ടിരിക്കണേണ്. അപ്പൊ നമ്മ കമ്പനിയിലെത്തും.
ഇപ്പൊ തിരക്കൊക്കെ കുറഞ്ഞ്. ഇവിടെ മെട്രോന്റെ ലാസ്റ്റ് സ്ഥലം. ഇവിടുത്തെ പില്ലറിനൊക്കെ നല്ല ഭംഗിക്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കട്ടിങ് ഒക്കെ കൊടുത്ത് വരച്ച് അല്ലേ, കുറെ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് നൈസാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ചെയ്തോണ്ടിരിക്കണല്ലേ, ശരിയാക്കിക്കൊണ്ടിരിക്കണേ, പണി നടന്നോണ്ടിരിക്കണം. ഇങ്ങനെ നീണ്ടു കിടക്കണല്ലേ, അത് നല്ല പർപ്പിൾ കളർ, അത് നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ബൈക്ക് ചേട്ടാ ഓടിച്ചിട്ടിരിക്കണേട്ടാ. ഇനി കുറച്ച് കിലോമീറ്ററുള്ളിൽ നമ്മൾ കമ്പനി എത്തുന്നതാണ്. ജംഗ്ഷൻ ഇവിടെ അടിപൊളിയാണ്, ഇവിടെ കൊള്ളാല്ല. ഇതാണ് എന്ത് വൈറ്റ്ഫീൽഡ് മെട്രോ. കാടുകുടിയാ, കാടുകുടി, വൈറ്റ്ഫീൽഡ് കാടുകുടി, കാടുകോടി ഇറക്കായല്ല. ബ്രിഡ്ജ് കയറാനുള്ളതിന്റെ തിരക്കായി. നമ്മുടെ വൈറ്റ്ഫീൽഡ് മെട്രോ, ഇതാണ് മെട്രോ സ്റ്റേഷൻ അല്ലേ. ഇന്ന് നമുക്ക് പാലം കയറി ഇനി ഇറങ്ങണം. നല്ല തിരക്കിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതെന്തു പറ്റി? നടുക്ക് വണ്ടി നിർത്തിയിട്ടാണ്. ആ വണ്ടി കംപ്ലൈന്റ് ആയതാണ്. വണ്ടി കംപ്ലൈന്റ് ആയി. അപ്പൊ നമ്മ കമ്പനിയിലോട്ട് തിരിയാൻ വേണ്ടി പോണേട്ടാ. ഈ വലിയ ബിൽഡിംഗ് ആണ് അടയാളം. ഇവിടെ നിന്ന് നമ്മ റൈറ്റ് അല്ലേ കേട്ടോ തിരിയണം. റൈറ്റ് തിരിഞ്ഞ് പോയാൽ മതി. അപ്പൊ നമ്മ തിരിയണേണ് കേട്ടാ. ഈ റൈറ്റാണ് നമുക്ക് കയറുന്നത്. അപ്പൊ നമ്മ അങ്ങനെ തിരിയണേണ്. തോമസ് ഇങ്ങനെ തിരിച്ചോണ്ടിരിക്കണേണ് കേട്ടോ. നമ്മുടെ വാലൊക്കെ വന്ന് നേരെ കുറച്ചു ദൂരം പോയാൽ മതി. അപ്പോഴത്തേക്കും കമ്പനിയായി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മ കമ്പനിയിലോട്ട് റിവേഴ്സ് കയറ്റണ കേട്ടാ. ചേട്ടാ അങ്ങനെ കമ്പനിയിലോട്ട് റിവേഴ്സ് കയറ്റണയാണ്. ഒത്തിരി വണ്ടി ഇരിപ്പുണ്ടട്ടെ. ബ്ലിങ്ങിറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയാട്ടോ, വെജിറ്റബിൾ ഉണ്ടാക്കുക കൊണ്ടുപോകണം. അപ്പോൾ അത് ഈ സുമാറ്റോ ഒക്കെ പോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. അപ്പം അതിൻ്റേതായിട്ടുള്ള വണ്ടി കുറേ ആൾക്കാരിങ്ങനെ വന്നിട്ടിരിക്കണം കേട്ടോ. നമ്മുടെ ഫ്രൂട്ട്സിൻ്റെയാണ്, ഇപ്പോൾ തന്നെ വെജിറ്റബിളിൻ്റെയാണ്, രണ്ടും ഉണ്ട്. നൈസായിട്ട് ഇപ്പോൾ കറക്റ്റായിട്ട് റാമ്പിൽ കയറ്റി കൊടുക്കണം, പിടിച്ചു കൊടുക്കണേ. ഇരിക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മങ്ങനെ കറക്റ്റായിട്ട് വണ്ടി പിടിച്ചിട്ട ചേട്ടാ. ഇനി ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. ആപ്പിളിൻ്റെ ഭയങ്കര സ്മെല്ലാണ്. നമ്മോടെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ഇതേവിടെ റാമ്പേ കയറ്റി പിടിച്ചിട്ടുണ്ട്. ആപ്പിളിൻ്റെ ബോക്സസ് ആണ് നമ്മൾ ലോഡ് ചെയ്യണത്, ഇറക്കണത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് ഫുഡ് മേടിച്ച് കഴിക്കാൻ വേണ്ടിയാണ്. ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ ഇവിടെ ഒരു അടുത്തൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിട്ടാണ്. ചെറിയൊരു കടയാണ്. അപ്പോൾ നമ്മൾ അവിടെ കയറി
ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും ഫുഡ് മേടിക്കാൻ അപ്പോൾ നമ്മൾ രാവിലെ ഒന്നും ലൈറ്റായിട്ടൊക്കെ അല്ലേ കയ്യിലുണ്ടായതൊക്കെ അല്ലേ കഴിച്ചു. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകാൻ പോകും. അപ്പോൾ എന്തെങ്കിലും മേടിച്ചിട്ട് ഇപ്പോൾ ഇത് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. ചേട്ടൻ വന്നിട്ടാ അങ്ങനെ രണ്ടും കൂടിയാണ് ഇറങ്ങിയത്. അപ്പോൾ ഇനി മേടിച്ചിട്ട് കാണാതെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ കടയിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ച് കാണിച്ചു. സച്ചുട്ടൻ ഹിന്ദിയിലൊക്കെ സംസാരിച്ച് നമുക്ക് ഫുഡൊക്കെ മേടിച്ച് തന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ കമ്പനിയിലായിട്ട് നടക്കണേനെ. എന്നിട്ട് അവിടെ ചെന്നിട്ട് കഴിക്കാം. ചേട്ടാ അവിടെ ഉണ്ടല്ലോ. നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 എണ്ണമാണ് മേടിച്ചത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം വിചാരിച്ച് 3 എണ്ണം മേടിക്കാമെന്ന്. പക്ഷെ എനിക്ക് തോന്നി നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്ന്. അങ്ങനെ ഞങ്ങൾ 2 എണ്ണം ഞാൻ സച്ചും കൂടി ഷെയർ ചെയ്യണം കേട്ടോ. പപ്പ അവിടെ ഇരുന്ന് കഴിക്കൊണ്ട്. ടേസ്റ്റ് അല്ലേ? അടിപൊളി. അപ്പം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഫുഡ് കിട്ടില്ല. കുറേ ദൂരെ പോകേണ്ടി വന്നല്ലേ. അപ്പോൾ ഇതിപ്പോൾ കൊള്ളായിരുന്നു. പുതിയ കടയാണ്. കൊള്ളാം കേട്ടോ. ചൈനീസ് ഫുഡാണ്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. വിശപ്പും കിട്ടി നമുക്ക് കഴിക്കാം. ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ കാലിയാക്കി കേട്ടോ പ്ലേറ്റ്. സച്ചൂട്ടനും ഇതേ കാണിക്കേ വടിച്ച് തീർത്ത് തിന്നു. മെച്ചപ്പെട്ടാ വയറ് നിറഞ്ഞേ.